ഞായറാഴ്ച ദിവസത്തെ തിരക്കട്ടെ കാണുന്നത്. രണ്ടാളെ പുറപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ വിളിച്ചാൽ വരൂല, അതെന്നാ മോളെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഹാ ആര് അതുകൊണ്ട് പിടയ്ക്കട്ടോ രാവിലെ തന്നെ. അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങോട്ടായി പോകുന്നതെന്ന്. ഞങ്ങൾക്ക് ഞായറാഴ്ച അല്ലേ പാട്ട് ക്ലാസ് പോവാണ്ട്, അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോവാണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലും പോവാനുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട ആളാട്ടോ സുന്ദരേട്ടെ, നമ്മളെ സുന്ദരൻ. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇത് എങ്ങോട്ടാ ഈ പുറപ്പാട്? പെണ്ണ് കാണാൻ ചടങ്ങറ്റാനുണ്ടോ ആവോ അറിയില്ല കേട്ടോ, നമ്മൾ ചോദിച്ചു നോക്കാം. അവിടുന്ന് ഷേവിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബേക്കറിയിലേക്കാണ് പോയത്. ബേക്കറിയിൽ നോക്കുമ്പോൾ അതാ പല ഐറ്റംസ് ഏതാ വാങ്ങാന്നുള്ള കൺഫ്യൂഷനായി. അപ്പോൾ ചേച്ചിനെ ഞാൻ പറഞ്ഞ് മസാല നുറുക്ക് മതി. അത് വാങ്ങിയപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കി. അഥവാ അവിടെ പോയാൽ നമുക്ക് കിട്ടിയില്ലെങ്കിലോ, ആ കൊതി ഇവിടെ തീർത്തു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒന്ന് സെൽഫി ഞാനും എടുക്കണ്ടേ, ആരാ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. അങ്ങനെ 11 മണിയാകുമ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോഴാണ് മോൻ്റെ പാട്ട് ക്ലാസ് കഴിയുക. പിന്നെ ഞങ്ങൾ മോനെയും കൂട്ടി പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. ഗ്രാമത്തിൻ്റെ പച്ചപ്പ് ഹരിതാപയൊക്കെ കണ്ടുള്ള യാത്രയാണ്. അടിപൊളി കേട്ടോ. ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഇങ്ങനത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ. ഇതൊരു കാവാണ്, ചുറ്റിനും നല്ല വള്ളിക്കാടുകളാട്ടോ. പിന്നെ നമുക്ക് അവിടെ ഒരു സൈലൻ്റ് ഏരിയ ആണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. മഴയൊക്കെ പെയ്തിട്ട് നല്ല വഴുക്കുണ്ടായിരുന്നു അവിടെ. ഇലകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ തുള്ളി ഇങ്ങനെ വീഴുന്നുണ്ട്. മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുടയൊക്കെ എടുത്ത് പോയിട്ടോ. പെട്ടെന്ന് അഥവാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് കുട പിടിക്കുന്നത് നല്ലതാണല്ലോ. രൂപേഷേട്ടൻ്റെ അച്ഛനും അമ്മയും പെങ്ങളൊക്കെ ആയിട്ട് മുന്നിൽ പോകുന്നത്. ഞാൻ വീഡിയോ എടുക്കാനുള്ളതിനെ കൊണ്ട് എപ്പോഴും ഞാനും ബാക്കിലായിരിക്കും. പിന്നെ എന്നെ അവിടുന്ന് വിളിച്ചിട്ട് വേണം. അന്നപ്പാണ് ഞാൻ ഇവരെ നോക്കുമ്പോൾ ഇവരെത്രയോ മുന്നിലെത്തിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കൈയൊക്കെ കഴുകി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയത് ഈ മഞ്ഞൾ പ്രസാദാണേ. ഇത് തൊട്ട് തലയിലോ നെറ്റിയത്തോ ഒക്കെ തൊട്ടിട്ടോ ഞങ്ങൾ. ബാക്കി ഇട്ടാളാൻ പാടില്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു കിട്ടും. അത് കണ്ണാടി ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറി വരച്ചേ. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നല്ലേ ചൊല്ല്. പിന്നീട് കുറേ സ്ഥലങ്ങളിൽ അവിടെ തൊഴാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴാനായിട്ട് നടന്നിട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതാ മഴയും പെയ്യുന്നുണ്ട്. ചെറിയ മഴയുള്ളൂ, വലിയ മഴ കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ അതാ അതിനോട് ഇതാ പ്രസാദമൊക്കെ കൊടുക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് പഠിച്ചിട്ട് വേണം വീട്ടിൽ വന്നിട്ട് ഒക്കെ അതുപോലെ അനുകരിക്കുക. അങ്ങനെ ഞാൻ അവിടെ തൊഴാൻ പോയപ്പോൾ എൻ്റെ വയ്യത്തന്നെ ഇതാ വന്നിട്ടുണ്ടേ. ഞാനൊന്ന് തൊഴുത് വരാമെന്ന് പറഞ്ഞ് പോയതാ. അപ്പോഴത്തേക്ക് ഇതാ എൻ്റെ വയ്യത്തന്നെ ഞാനൊരു സൗണ്ട് കേട്ടപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നൈനോടി എൻ്റെ വയ്യത്തന്നെ വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പോഴെൻ്റെ ഭക്ഷണത്തിന് വിളിക്കുന്നത്. എന്തായാലും വന്നതല്ലേ. അമ്പലത്തിലെ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു ചെറിയ ചോറും കറി ആയാൽ പോലും അതിനൊരു പ്രത്യേക സ്വാദാണല്ലോ. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയിട്ടോ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോഴാണ് മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുന്നത്. എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാവുകളിലൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു സുഖം കേട്ടോ മനസ്സിന്. ഇനി നമുക്ക് അമ്പലത്തിലെ ഭക്ഷണം കഴിക്കാൻ പോകട്ടെ. ഇവിടെ നിന്നാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. നൈനൂട്ടിയും അമ്പാടിയും നേരത്തെ കയറിയിട്ടോ. മോനും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടേക്ക് വെള്ളമൊക്കെ ആയതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട് മോനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അടിപൊളി ഭക്ഷണം കേട്ടോ ഇവിടുന്ന് കിട്ടുന്നത്. ചോറും കറിയും ഉപ്പേരിയും അച്ചാറും ഒക്കെ ഉണ്ടാവുകയെ. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ കുടുംബക്കാരാണ്. ഞങ്ങളെ രൂപേഷേട്ടൻ്റെ മാമനും മാമൻ്റെ ഭാര്യയും പിന്നെ മോനുമാണ് അത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അവിടെ നിന്ന് നമുക്ക് നേരെ പോകാനുള്ളത് നമ്മളെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്കാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ അമ്പാടി അമ്മ കുറേ നേരമല്ലേ വീഡിയോ എടുക്കുന്നതിന് ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തതാണ് കേട്ടോ നൈനൂട്ടിൻ്റെ വീഡിയോസ്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഇറങ്ങുക കേട്ടോ ഇവിടുന്ന്. ഇനി ഞങ്ങൾ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ പോകാണ്ട് ഇനി അങ്ങോട്ടേക്ക് കേട്ടോ. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നല്ല കാവും പരിസരമാണേ, കണ്ടോ അടിപൊളി കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ. കാടിൻ്റെ ഉള്ളിലുള്ള ഒരു കാവാണ്. അത്ര കാടില്ല കേട്ടോ, അമ്പലത്തിൻ്റെ ചുറ്റിലുള്ള കാടേ ഉള്ളൂ കേട്ടോ. എന്താ ഫുള്ള് കാടാണ്. ഇത് മലയുടെ മുകളിലൊന്നല്ല കേട്ടോ, റോഡ് സൈഡാണ്. ഇപ്പുറത്ത് റോഡാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മോന് കാറിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് എന്നോട് അമ്മേ നെല്ലിക്കാന്ന് വിളിച്ച് പറഞ്ഞ്. ഞാൻ ചേച്ചി ഇവിടെ നെല്ലിക്കയോ? പോയി നോക്കുമ്പോൾ അതാ പാറോത്ത്, ഞങ്ങളുടെ നാട്ടിലേക്ക് പാറോത്ത് എന്നാട്ടോ പറയും അതിന്. പാറോത്തിൻ്റെ മരം കണ്ടിട്ട് അതിൻ്റെ കായ കണ്ടിട്ടാണ് നെല്ലിക്കാന്ന് വിളിച്ച് പറഞ്ഞ കേട്ടോ. ഇവനത് കഴിക്കും, ഞങ്ങൾ കണ്ടില്ലെങ്കിൽ അതെടുത്ത് പറിച്ച് കഴിക്കുകയും ചെയ്യണ്ടോ. അങ്ങനെ ഒരുപോലെ സാമ്യം തോന്നുന്ന പല ചെടികളുണ്ട് കേട്ടോ നമ്മളെ പരിസരത്ത്. കുട്ടികളാരും ഇങ്ങനത്തെ കായകളൊന്നും പറിച്ച് കഴിക്കാതിരിക്കുക. അങ്ങനെ വണ്ടി എടുത്തപ്പോൾ റോഡ് നിറയെ വെള്ളം കേട്ടോ. അമ്പാടി എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇതെന്താ റോഡുമ്മൽ നിറയെ വെള്ളം? ഞാൻ പറഞ്ഞു ഇത് റോഡല്ല മോനെ, പുഴയാണ്, നമ്മളെ പുഴയിൽ കൂടി കേട്ടോ കാർ ഓടിച്ച് പോകുന്നതെന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ. വീടിൻ്റെ പുറത്ത് ആളില്ലെങ്കിലും ഉള്ളിൽ ഫുൾ ആളാട്ടോ. അപ്പോൾ ഇത് ഒരു അനിയൻ ബാബി ഒരു ചേട്ടൻ ബാബി ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ. നമ്മളിപ്പോൾ അനിയൻ ബാബേൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം കേട്ടോ ആരൊക്കെ വീട്ടിലുള്ളതെന്ന്. അതാ നിൽക്കുന്ന ആളാട്ടോ അച്ഛൻ്റെ പെങ്ങള്. ഇതവിടുത്തെ അനിയൻ ബാബ. ഞാൻ ഷേക്കൻ്റെയൊക്കെ കൊടുക്കുന്നത് അനിയൻ ബാബ കേട്ടോ. ഈ അനിയൻ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഒന്നും എടുക്കണ്ട, ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ആര് കാണാൻ, ഇങ്ങനെയൊക്കെ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതാ അങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചേച്ചിയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. ഇനി ഇതെന്തോ വാട്ടറിൻ്റെ എന്തോ ശരിയാക്കാൻ ഒരേട്ടനും കൂടി ഉണ്ട് അവിടെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞിരുന്ന് ഫസ്റ്റ് ചടങ്ങായ ചായ കിട്ടി കേട്ടോ. ചായക്ക് ഇതാ ലഡുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഉണ്ട്. നോക്കി നിൽക്കാന്നല്ലാണ്ട് തടി കൂടൂലേ മധുരം കഴിച്ചാൽ, അയ്യൊരു പേടിയുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളെ വിഷ്ണു, ഒരു ഡാൻസറാട്ടോ. നമ്മളെ കുടുംബത്തിൽ ഏക ഫേമസ് ആയ ഒരു ഡാൻസറാണ് കേട്ടോ. അതിൻ്റെ അഹങ്കാരമൊന്നും മൂപ്പർക്കില്ല കേട്ടോ. അങ്ങനെ അവനെ യാത്ര അയച്ച് നോക്കും. അതിനൂട്ടി അതാ ചോറിന് കയറിയിരിക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ നിന്ന് ചോറ് വാങ്ങിയപ്പോൾ ആൾ തീരെ കഴിച്ചില്ല. ഇവിടെ എന്തോ കണ്ടിട്ടാവും ചോറ് കഴിക്കാനിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പപ്പടം കിട്ടിയിട്ടായിരിക്കും. സാധാരണ ഞങ്ങളെ വീട്ടിൽ പപ്പടം ഉണ്ടാക്കാറില്ല, അതുകൊണ്ടായിരിക്കും പപ്പടം കണ്ടപ്പോൾ കയറി ഇരുന്ന ആൾ കേട്ടോ. കറി ഒന്നും കൂട്ടാണ്ടാണെങ്കിൽ കഴിക്കുക. അങ്ങനെ ഇതാ ഋഷേച്ചിൻ്റെ അമ്മയാട്ടോ തൊട്ടടുത്ത് ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ അച്ഛൻ്റെ പെങ്ങൾ ശ്യാമള മൂത്തമ്മ. എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതാ പറയുന്നത് എന്നോട്, ഇതാ ഞാൻ ഈ ഉണക്കമീൻ പൊരിക്കാൻ പോയതാണെന്ന്. ഇത് ഉണക്കമീനും ചോറ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ചോറ് എല്ലാവരും കഴിച്ച്, നമ്മൾ ചോറ് കഴിച്ചതിനെ കൊണ്ട് ചോറ് കഴിച്ചില്ല കേട്ടോ. അങ്ങനെ പോവാൻ നേരം വൈകുന്നേരം ആയപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇതാ ബ്രെഡ്, ചിക്കൻ കറി, പൊറോട്ട ഇതൊക്കെ കൊണ്ട വെച്ചിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ. അങ്ങനെ കൊണ്ട വെച്ച് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ പുഴേൻ്റെ അടുത്തുകൂടി കേട്ടോ വന്നത്. അതായത് കോഴിക്കോടിൻ്റെ സ്വന്തം കുട്ടനാട് എന്ന് പറയുന്ന ഒളോപ്പാറയിൽ കൂടെയുള്ള യാത്ര കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ യാത്ര. എല്ലാവരും ഇതിൻ്റെ അവസാനം വരെ കാണണേ. നമ്മൾ ഈ വീട് എത്തുന്ന വരെയും ഇങ്ങനെ പുഴേൻ്റെ അടുത്തോടെ കേട്ടോ നമ്മുടെ യാത്ര. മക്കൾ കുറേ പറഞ്ഞു കേട്ടോ, അച്ഛാ നമുക്കിവിടെ ഇറങ്ങുക, ബോട്ട് കയറാം, നമുക്ക് കുറച്ച് ഇവിടെ ഇരുന്നിട്ടൊക്കെ പോവാം. പക്ഷെ ഞങ്ങൾ രാവിലെ പോയതിനെ കൊണ്ട് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരമാണ് തിരിച്ച് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വേറൊരു ദിവസം നമുക്ക് ഒഴിവുള്ള ദിവസം ഇവിടെ വന്ന് നമുക്ക് കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് മക്കളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.